ഹലോ മൈ സ്വീറ്റ് ആർട്സ്, എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലാണ്. ഇന്ന് നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങിയിട്ട് ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യുവാണ്. ഒരുപാട് പേര് വീഡിയോയ്ക്ക് ലെങ്ത് ആകുമെന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ വീഡിയോ ഒന്ന് കുറച്ചായിട്ട് ഇടാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു തീർത്ത് ഇടാം. നമ്മുടെ മസാജസ് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട മസാജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് സ്കിന്നാണ്. ഇപ്പോൾ നല്ല ഓയിലി സ്കിന്നുള്ളവരാണ്, ആക്നെ പ്രോൺ പ്രോബ്ലം ഒന്നും ഇല്ലാത്തവർക്കും ഓയിൽ മസാജ് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. നമ്മൾ അതിനുശേഷം നല്ലതുപോലെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും എണ്ണ കഴുകി കളയുക, അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ടോണറും മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ സ്കിൻ ഡ്രൈ ആയിക്കൊള്ളും. പക്ഷേ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഓയിൽ മസാജ് ചെയ്യേണ്ട, കാരണം അത് പിമ്പിൾസിനെ കൂടുതലായിട്ട് ആക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അലോവേര ജെല്ലിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒന്ന് പൊട്ടിച്ച് അതിനകത്ത് ഒഴിച്ചിട്ട് അലോവേര ജെല്ല് വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്യാം. ഇല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിലോ റോസ്മേരി ഓയില്, നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് ഫേസ് മസാജ് ചെയ്യാം. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാം. ഇതാണ് മസാജിങ് സ്റ്റെപ്സ്. ഞാൻ പല മസാജസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കവിളിനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളത്, കണ്ണ്, നെറ്റി, കഴുത്ത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തായിരിക്കും പെട്ടെന്ന് നല്ലപോലെ സാഗിങ് ഉണ്ടായിട്ട് തോന്നുക. ചിലർക്ക് കഴുത്തായിരിക്കും ഭയങ്കര ഇതാണ്. അങ്ങനെയുള്ളവർ കഴുത്തിന് ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നോക്കി അതുപോലെ കഴുത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കണ്ണ് ഒരുപാട് ചുളിവ് വരുവോ കറുപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഏജ് ഉള്ളതുപോലെ കാണിച്ചു കൊടുക്കും. അത് ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ണിന് കോൺസെൻട്രേറ്റ്, കണ്ണിന് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്ന് തോന്നുന്നത് അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഇന്ന് മസാജ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ മസാജിങ് സ്റ്റെപ്പ് ഒന്നും കാണിക്കുന്നില്ല, കാരണം 2 വീഡിയോ ഉണ്ട് നമുക്കിന്ന്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ഹെർബൽ ഫേസ് വാഷ് മുഖക്കുരു ഉള്ളവർക്ക് കംപ്ലീറ്റ്ലി, ഇത് മുഖക്കുരു ഉള്ളവർക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. മുഖക്കുരു ഉള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും യൂസ് ചെയ്യാം. നല്ല ഒരു കംപ്ലീറ്റ് ഹെർബൽ ഫേസ് വാഷാണിത്. നമ്മൾ എന്ത് ചെയ്താലും ഒരു മാസം കണ്ടിന്യൂസ് സോപ്പൊന്നും ഉപയോഗിക്കാതെ ഈ ഒരു ഫേസ് വാഷും ഈ ഒരു ഓയിൽ മസാജും കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക. സോപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്, നമ്മുടെ കൈക്ക് ഒരു നല്ല പാക്ക്. ഇന്ന് ഫേസിൽ പാക്കില്ല, നിങ്ങൾ ഫേസ് മസാജ് മാത്രം ചെയ്താൽ മതി. ഫേസിൽ ഒരു പാക്കും ഇടണ്ട. ഫേസ് വാഷ് വെച്ച് നമ്മൾ മസാജ് ചെയ്യുന്നുണ്ടല്ലോ, ഫേസ് വാഷ് വെച്ച് നമ്മൾ വാഷ് ചെയ്യുന്നത് അതും ഒരു പാക്ക് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എങ്ങനെ കയ്യിലെ ചുളിവുകൾ മാറാനായിട്ട് നമുക്ക് ഒരു പാക്ക് ഇടാം. പിന്നെ നമ്മുടെ ഹെർബൽ ഫേസ് വാഷ്. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ ഹെർബൽ ഫേസ് വാഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതുപോലൊരു എംറ്റി ബൗൾ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓർമ്മയില്ല, നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിരുന്ന പൊടിയാണ്. അപ്പോൾ എൻ്റെ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു, കാരണം മോള് കുളിക്കുന്നതും കൂടി ഈ പൗഡറിനകത്തായിരുന്നു. അത് കാരണം അത് പെട്ടെന്ന് തീർന്നു പോയി. ഇപ്പം ഞാൻ ഈ ഒരു ഹെർബൽ ഫേസ് വാഷ് മോൾക്കും കൂടെയാണ് ഉണ്ടാക്കുന്നത്. കാരണം മോൾക്ക് ചെറുതായിട്ട്, അവളൊരു ടീനേജ് അല്ലേ, അപ്പോൾ അവൾക്കും ചെറുതായിട്ട് മുഖക്കുരു വരുന്നത് പോലെയുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കടലമാവാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഒരു 2 വലിയ, അതായത് ഇതുപോലെ ഒരു വലിയ നല്ല നിറച്ചെടുത്തോളൂ കേട്ടോ. ആദ്യത്തത് കുറച്ചേ ഉള്ളായിരുന്നു. ഒരു വലിയ 2 ടേബിൾ സ്പൂൺ കടലമാവ്. ഇതാണ് ഇതിൻ്റെ ബേസ്. കടലമാവാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. കടലമാവ് അത്രയും സ്കിന്നിന് നല്ലതാണ്, പ്രത്യേകിച്ചും മുഖക്കുരുവിനൊക്കെ വളരെ നല്ലതാണ് കടലമാവ്. അതുകൊണ്ടാണ് ഞാൻ കടലമാവ് എടുത്തേക്കുന്നത് അത്രയും. അതിനുശേഷം വേണ്ടത് നമ്മുടെ ത്രിഫല പൊടിയാണ്. ത്രിഫല ചൂർണ്ണമൊക്കെ കഴിക്കത്തില്ലേ, ത്രിഫല കഴിക്കുന്ന ആ ഒരു തലയിലൊക്കെ തേക്കാൻ ഉപയോഗിച്ച ആ ഒരു ത്രിഫല തന്നെ, അത് ഒരു ടേബിൾ സ്പൂൺ. ഇതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂൺ ത്രിഫല. ഓക്കെ, അടുത്തത് നമുക്ക് വേണ്ടത് മഞ്ഞൾ. നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് വേണ്ടത്. കസ്തൂരി മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ. സ്പൂൺ അതിനകത്ത് പോയില്ല കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ. അത് താഴെ വീണത് ഞാനങ്ങ് തുടച്ചു, കൈയോടെ തുടച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അതവിടെ മൊത്തം സ്പ്രെഡ് ആവും തറയിൽ അത്ര. അതുകൊണ്ടാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ. അടുത്തത് നമുക്ക് വേണ്ടത് വേപ്പിൻ്റെ പൊടിയാണ്. ചില പേർക്ക് വേപ്പ് ശരിയാകത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ പിമ്പിൾസിനൊക്കെ വളരെ നല്ലതാണ് വേപ്പ് എന്ന് പറയുന്നത്. വേപ്പിൻ പൊടി നമുക്ക് ഒരുപാട് വേണ്ട, 1/2 ടേബിൾ സ്പൂൺ വേപ്പിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ മതി. അത് കഴിഞ്ഞിട്ട് വേണ്ടത് തുളസിയുടെ പൊടി. ഞാൻ ഇതുപോലെയൊക്കെ പാക്കറ്റിൽ വാങ്ങിയിട്ട് ഇതുപോലെ ഓരോ ബോട്ടിലുകളിലാക്കി വെക്കും കേട്ടോ. ഇത് തുളസിയുടെ പൊടിയാണ്, തുളസി പൊടിച്ചത്. അല്ലാത്തവർക്ക് ഫ്രഷ് ആയിട്ടുള്ള തുളസി ആണെങ്കിൽ കുറച്ച് തുളസി എടുത്തിട്ട് ഒരു പിടി തുളസി മതി, 1/2 ടേബിൾ സ്പൂൺ മതി നമുക്ക്, ഒരുപാട് വേണ്ട. ഇതുപോലെ 1/2 ടേബിൾ സ്പൂൺ തുളസിയുടെ പൊടി ചേർക്കാം.
തുളസി നിങ്ങൾ ഉണക്കി പൊടിച്ച് വെച്ചേക്കണേ. ഒരുപാട് തുളസിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ നല്ലപോലെ തുളസി ഉണക്കി പൊടിച്ച് വയ്ക്കുക. അതിനുശേഷം വേണ്ട നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ. ചെമ്പരത്തിപ്പൂ ആണെങ്കിൽ 2 ചെമ്പരത്തിപ്പൂ. അതിന് ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ എന്ന് പറയുന്നത് ഇത്രയും മതി. 1/4 ടേബിൾ സ്പൂൺ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മിക്സ് ഇതാണ് നമ്മുടെ ഫേസ് വാഷിൻ്റെ പൗഡർ. ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ മാക്സിമം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ല ഒരു ഗ്ലാസ് കണ്ടെയ്നറിലൊക്കെ ആക്കി എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കാം. സൂപ്പർ ഫേസ് വാഷാണിത്. ഇത് നമുക്ക് പുതിനയിലേക്ക് ഒരുപാട് മുഖക്കുരു ഉള്ള സമയത്ത് ഉള്ളവരൊക്കെ ആണെങ്കിൽ പുതിനയുടെ ജ്യൂസ് എടുത്തിട്ട് പുതിനയിൽ മിക്സ് ചെയ്ത് മുഖം കഴുകുവാണെങ്കിൽ ഒരു പാക്ക് പോലെയൊക്കെ ഇടുവാണെങ്കിൽ അമേസിങ് റിസൾട്ടായിരിക്കും. നല്ല ഭംഗിയായിട്ട് മുഖം വരും. അപ്പോൾ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുക. കണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുപ്പി ഗ്ലാസ് കണ്ടെയ്നറിലാക്കി ഇതുപോലെ വെക്കും. എന്നിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഇത് വേണം ഉപയോഗിക്കാനായിട്ട്. ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തൊട്ട് ഇട്ട് കൊടുക്കാം. അതായത് കുട്ടികൾക്കൊക്കെ ടീനേജ് പ്രായത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അവൾക്കാണ് ഇപ്പോൾ ചെറുതായിട്ട് നെറ്റിയിലൊക്കെ കുരു വരുന്നത്. ടീനേജ് പ്രായത്തിൽ നമുക്ക് വരുന്നതല്ലേ. അപ്പോൾ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ആ ഫേസിൻ്റെ പിമ്പിൾസ് മാറുകയും സ്കിൻ ലൈറ്റൻ ചെയ്ത് കളർ കൊടുക്കാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും. പറ്റുന്നവരൊക്കെ ഇനിയുള്ള നമ്മുടെ അടുത്ത ഒരാഴ്ചത്തേക്ക് ഫേസ് പാക്ക് ആയിട്ട് ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കഴുകുന്നതിന് നമ്മൾ മറ്റേ പാക്ക് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ പാക്ക് ഉപയോഗിക്കാം. കാരണം ഞാനിനി ഈ പാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം എൻ്റെ ആ പാക്ക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. ഇനി ഞാൻ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വാഷ് ചെയ്യാം. ഇന്ന് നിങ്ങളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എടുത്ത് നല്ല ഫേസിൽ ഒരു 2 മിനിറ്റ്സ് ഓയിൽ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞ് നല്ലപോലെ റബ്ബ് ചെയ്ത് കഴുകി കളയുക. വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റും. സത്യമായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നി ഒരുപാട് ആക്നെയൊക്കെ ഉള്ള കുട്ടികൾ പിമ്പിൾസ് ആണ്, ഭയങ്കര പിമ്പിൾസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കിടക്കും. പക്ഷെ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യില്ല. ചേച്ചി ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ പോകുന്നില്ല എന്ന് പറയും. പക്ഷെ അങ്ങനല്ല, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ ഫേസിൽ അത്ര പിമ്പിൾസ് ആയിരുന്നു. ഞാൻ അത്രയും അതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് എനിക്കത് പോയത്. പിന്നെ നമ്മുടെ ഫുഡും വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്ത് പറയുന്നത്, നല്ല നാരടങ്ങിയ ഫ്രൂട്ട്സ് അധികമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. വെള്ളം കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയും സ്കിന്നിന് നല്ലൊരു എനർജിയും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിനി ഒരുപാട് പേര് ചോദിച്ചിരുന്നു ലിപ്സും കൂടെ പറയണമെന്ന്. ലിപ്സിന്റെ വീഡിയോ നമുക്ക് നാളെ ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവേ, മറന്നിട്ടില്ല, ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി അടുത്തത്, അപ്പോൾ ഫേസ് വാഷ് നിങ്ങളിത് ഉണ്ടാക്കുക. ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഈ ഫേസ് വാഷ് വെച്ച് മുഖം കഴുകുക. ഇനി നമുക്ക് നമ്മുടെ കൈയുടെ, ഒരുപാട് പേർക്ക് ഇവിടെയൊക്കെ ഭയങ്കര റിങ്കിൾസ് ആയിരിക്കും അല്ലേ, ഇങ്ങനെ ഒരുപാട് കൈക്ക് ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കൈയുടെ റിങ്കിൾസ് മാറ്റാനായിട്ട് എങ്ങനെയാണ്, നമ്മുടെ പാമിൻ്റെ റിങ്കിൾസ് മാറ്റാനായിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് അടുത്തത്. ആദ്യം നിങ്ങൾ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരും. അതിനുശേഷം ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് മുട്ടയുടെ മഞ്ഞ മാത്രം മതി. മുട്ടയുടെ വെള്ള വേണ്ട, മുട്ടയുടെ മഞ്ഞ മാത്രം. മുട്ടയുടെ വെള്ള നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ കൈയെ വീണ്ടും ഡ്രൈ ആക്കും. അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ മാത്രം എടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഓട്സ് പൊടിച്ചത്, ഓട്സ് പൗഡർ ഒരു വലിയ സ്പൂൺ എടുക്കണേ. ഒരു വലിയ സ്പൂൺ ഓട്സ് പൊടിച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സ്പൂൺ തേൻ. അതേ അളവിൽ എൻ്റെ തേനിന് തുറുമ്പ് കയറി, ഒരു വലിയ സ്പൂൺ തേൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ എൻ്റെ കയ്യിൽ ക്യാരറ്റ് ഓയിൽ ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഓയിൽ ഇത്രയും നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇങ്ങനെ കണ്ടോ, നല്ല മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കുക. എന്നിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു പാക്ക്. മുട്ടയുടെ കുറച്ച് സ്മെല്ല്, നല്ല മുട്ടയുടെ മഞ്ഞ ആയതുകൊണ്ട് കുറച്ച് സ്മെല്ലുണ്ടായിരിക്കും. പക്ഷേ നമുക്ക്
കൈക്ക് നല്ല റിസൾട്ട് കൊടുക്കും. കൈ നല്ല സോഫ്റ്റ് ആകാനും നല്ലപോലെ ടൈറ്റായി നിങ്ങൾ കണ്ടിന്യൂസ് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ കൈ നല്ല നീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കൈ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. നമ്മുടെ ബ്രൗൺ ഷുഗർ ഇല്ലേ, ബ്രൗൺ ഷുഗർ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്ത് ബ്രൗൺ ഷുഗർ വെച്ച് നല്ലപോലെ കൈ നല്ലതായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ മുട്ടിലൊക്കെ ഉള്ള കറുപ്പ് നല്ല രീതിയിൽ മാറും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. മുട്ടിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് ആ ഒരു ബ്രൗൺ ഷുഗറും പാലും വെച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ റൗണ്ടിൽ മസാജ് കൊടുക്കുക. കൈ ഫുള്ള് മസാജ് ചെയ്ത് കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞ് നല്ലപോലെ തുടച്ചതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ വരെയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. എനിക്കിപ്പോൾ കയ്യിൽ അങ്ങനെ അധികം ചുളിവുകളില്ല, എങ്കിലും ഞാൻ ഓയിൽ മസാജ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഓയിൽ മസാജ് ചെയ്താൽ തന്നെ നല്ലപോലെ ചുളിവുകളൊക്കെ മാറും. നല്ലപോലെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുൾ നമ്മുടെ പാമ്പിലും മസാജ് ചെയ്യാം കേട്ടോ, ഇവിടെ മസാജ് ചെയ്യണം. നല്ലപോലെ മസാജ് ചെയ്ത് ഇതുപോലെ ഓരോ വിരലായിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുക. ഇതുപോലെ നല്ലതായിട്ട് മസാജ് ചെയ്യുക. നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പ്ലാസ്റ്റിക് പേപ്പർ ഉണ്ടല്ലോ, റാപ്പർ പോലുള്ള പ്ലാസ്റ്റിക് അറിയത്തില്ല, അത് വെച്ച് ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെച്ചേക്കുക. കൈ കെട്ടിവെക്കാൻ പറ്റുന്നവരാണെങ്കിൽ കെട്ടിവെക്കുക, ഇല്ലാത്തവരാണെങ്കിൽ ചുമ്മാ കൈ അനക്കാതെ കുറച്ച് നേരം ഒരു 20 മിനിറ്റ് എങ്കിലും, ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. സത്യമായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വിസിബിൾ റിസൾട്ട് അറിയാൻ പറ്റും. ഈ ഒരു പാക്ക് സ്കിൻ നല്ലപോലെ മോയ്സ്ചർ ആകും. നമുക്ക് എല്ലാവർക്കും അറിയാം, മുട്ടയുടെ മഞ്ഞ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യാൻ വളരെ നല്ലതാണ്. നല്ലപോലെ മോയ്സ്ചർ ചെയ്യും. പിന്നെ അതിനകത്ത് ഓയിലുണ്ട്, ഓട്സ് മീൽ സ്കിന്നിന് കളർ കൊടുക്കും, സ്കിന്നിന് ലൈറ്റൻ ചെയ്യും. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് കയ്യിൽ മസാജ് ചെയ്യുവാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടും. നിങ്ങൾ എവിടെ പോയി, ഏത് പാർലറിൽ പോയി എന്തൊക്കെ മാനിക്യൂർ ഒക്കെ ചെയ്താലും ഈ ഒരു റിസൾട്ട് കിട്ടില്ല. നല്ല തിളക്കമുള്ള കൈകൾ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. കണ്ടില്ലേ, ഇതുപോലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ കൊടുത്തതിന് ശേഷം ഇരിക്കും. ഇപ്പം അപ്ലൈ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരും ക്യാമറയൊക്കെ ഓഫ് ചെയ്യും, ഞാൻ തന്നെ ഓഫ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി നോർമൽ വാട്ടറിലും കഴുകുക. ഞാനിപ്പോൾ പെട്ടെന്ന് കഴുകി കേട്ടോ, ഒരു 5 മിനിറ്റ് വെച്ചിരുന്നുള്ളൂ, കാരണം എനിക്ക് സമയമില്ല, കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇനി ഓഫീസിലൊക്കെ പോകണ്ടേ. അത് കാരണം പെട്ടെന്ന് കഴുകി. ഞാനത് വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്ക് മോള് 2 കയ്യിലും ഇട്ട് തരും. അപ്പോഴത്തേക്ക് നല്ലപോലെ നമുക്ക് വെക്കാൻ പറ്റും. സ്മെല്ലുണ്ടാവും, നമ്മൾ കുളിക്കുന്ന സമയത്ത് അതൊക്കെ പൊയ്ക്കോളും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നോർമലായിട്ട് വാഷ് ചെയ്തോളൂ. രാവിലെ ആകുമ്പോൾ കഴുകുക. നിങ്ങൾ ചെയ്യുന്നത് എപ്പോഴും വൈകുന്നേരം ചെയ്യുക, കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ കൈയൊക്കെ കഴുകിയതിന് ശേഷം അലോവേര ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഇ സീറമോ നല്ലപോലെ കയ്യിൽ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു വമ്പൻ റിസൾട്ട് ആയിരിക്കും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വിരൽ നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് സംരക്ഷിക്കുന്നു അത്രയും ഭംഗിയായിട്ടിരിക്കും വിരലെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ലപോലെ നിങ്ങൾ മസാജ് കൊടുക്കുക, അതുപോലെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ കറക്റ്റായിട്ട് ഇതൊക്കെ ഫോളോ ചെയ്യുക. കുളിക്കുന്നത് നല്ല പയറുപൊടി തേച്ച് കുളിക്കുക. പയറുപൊടിയിൽ തൈര് മിക്സ് ചെയ്ത് നല്ലപോലെ ദേഹം കഴുകുക. അങ്ങനെ നമ്മുടെ 7th ഡേയും കംപ്ലീറ്റ് ആയി. അടുത്ത ഒരാഴ്ചത്തേക്കുള്ള എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്നുള്ള ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല, നാളത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. അപ്പോൾ അതെല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നാളെ കൊടുക്കാം. അപ്പോൾ ഇന്നോടെ നമ്മുടെ 7 വീക്ക് കംപ്ലീറ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പലരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എന്ത് പറയുന്നത്, ഈ 15 ദിവസം നമ്മൾ ഈ സ്കിൻ കെയർ ചെയ്യുന്നത് കൊണ്ട് നമ്മളങ്ങ് വെളുത്ത് തുടുത്ത് അങ്ങനെ ആകും എന്നല്ല പറയുന്നത്. നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആകും. അതിനുശേഷം നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഒരു ഐഡിയാസ് അല്ലേ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളിങ്ങനെ മസാജ് ചെയ്യണം, നമ്മളിങ്ങനെ പാക്സ് ഒക്കെ ഇടണം, കുളിക്കുന്ന രീതി, ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന രീതി, അങ്ങനെ ഒരു 15 ദിവസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കാണ് ഇത് കൊള്ളല്ലോ സംഭവം, അപ്പോൾ ഇനി ഇത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ ആ ഒരു ഫീല് കൊടുക്കുകയാണ് ഞാൻ 15 ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറ്റാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഗ്രേ ഹെയർ ചലഞ്ചിന്റെ ടൈം ടേബിൾ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ, പക്ഷെ എൻ്റെതായ ഒരു ടൈം ടേബിൾ തരണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമയക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഓഫീസ് പോകണം, പിന്നെ വീട്ടിൽ വരണം, വീഡിയോയുടെ കാര്യങ്ങൾ, എഡിറ്റിങ്, പിന്നെ മോള് അവൾ 10ലാണ്, അപ്പോൾ അവളുടെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ ജോലി, ഇതെല്ലാം ആരും ജോലിക്കാരങ്ങനൊന്നുമില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് എഴുതാനുള്ളൊരു സമയക്കുറവ് മൂലമാണ്. എങ്കിലും വീഡിയോ കൃത്യമായിട്ട് കണ്ടവർക്ക് കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം വേഗം ഞാനൊരു കുഞ്ഞു ടൈം ടേബിൾ ഐഡിയ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജോളിയായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ നമുക്ക് നാളെ 8th ഡേയിലെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.